ദേവഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. ബാഡ്മിന്റൺ കോർട്ടിലിറങ്ങി റാക്കറ്റും ഷട്ടിലും എടുത്ത മന്ത്രി ആദ്യ സർവീസ് ചെയ്തതോടെ ഏറ്റുമാനൂരിൽ കളിച്ചു നേടാം ആരോഗ്യം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഏറ്റുമാനൂർ ശക്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ റിപ്പബ്ലിക് ദിനത്തിൽ ആരംഭിച്ച പദ്ധതി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത മന്ത്രി വി എൻ വാസവൻ തൊട്ടു പിന്നാലെ കളിക്കളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാവിലെ എത്ര താമസിച്ച് കിടന്നാലും 5 മണിക്ക് എഴുന്നേറ്റ് നടക്കും. നടന്നു കഴിഞ്ഞാൽ തിരിച്ചു പിന്നെ വന്ന് യോഗ ചെയ്യും. ആ യോഗയാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. കൃത്യമായി അത് എല്ലാവരും പാലിക്കാൻ തയ്യാറായാൽ മനുഷ്യ ശരീരത്തിലെ എല്ലാ ഓർഗനുകളെയും ഒരുപോലെ ചലിപ്പിക്കുന്ന ഏറ്റവും നല്ല വ്യായാമമാണ് യോഗ. ആ യോഗ സ്ഥിരമായി ചെയ്താൽ നിരവധി രോഗങ്ങൾക്ക് പ്രതിവിധിയും പ്രതിരോധമാണ്. എൻ്റെ അനുഭവത്തിൽ അതാണ്. മുമ്പ് വലിയ രൂപത്തിൽ ഈ പൊടിയൊക്കെ അടിച്ച് തുമ്മലും അലർജിയൊക്കെ ഉണ്ടായിരുന്നു. ശബ്ദം പെട്ടെന്ന് അടയ്ക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. വലിയ രൂപത്തിൽ ശ്വാസം മുട്ടലുണ്ടാവുക. സ്ഥിരമായി ഒരു 4 നൂറ്റാണ്ടായി യോഗ ചെയ്യുമ്പോൾ ആ യോഗയുടെ വലിയ രൂപത്തിലുള്ള വ്യായാമം അത്തരത്തിലുള്ള രോഗങ്ങളും, എനിക്ക് പനി തന്നെ വന്നിട്ട് ഒരു 10-25 വർഷമായിട്ടുണ്ടാവും. പനി ഉണ്ടാവുന്നില്ല. അതേപോലെ തന്നെ ശ്വാസതടസ്സങ്ങൾ ഉണ്ടാവുന്നില്ല. എവിടെയും നമുക്ക് ഏത് വിഷയത്തിലും ഇടപെടാൻ സമയത്തതയോടെ, സഹിഷ്ണുതയോടെ, സംയമനത്തോടെ വിഷയങ്ങളിൽ ഇടപെടാൻ, ഇതിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കെ ഊർജം പകരുന്ന ഏറ്റവും നല്ല വ്യായാമമാണ് യോഗ. ഒരു ദിവസം യോഗ ചെയ്യാതിരുന്നാൽ അന്ന് വിഷമമുണ്ടാകും. ഞാൻ എവിടെ പോയാലും, ഏത് തരത്തിൽ, ഡൽഹിയിലോ മദ്രാസിലോ ഒക്കെ എവിടെ പോയാലും തലേദിവസം കണ്ടുവെക്കും പിറ്റേ ദിവസം യോഗ ചെയ്യാനുള്ള സ്ഥലം. നമ്മുടെ ഈ കുട്ടികളെയൊക്കെ 6 വയസ്സുകാരനും 60 വയസ്സുകാരനും ഒരേപോലെ ചെയ്യാവുന്ന വ്യായാമമാണ്. എൻ്റെ കൂടെ ആദ്യം ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 75 വയസ്സുള്ളവരും 80 വയസ്സുള്ളവരും വരെ ഇതിലേർപ്പെടുമായിരുന്നു. അതുകൊണ്ട് പ്രായം ഒന്നും ഇതിനകത്ത് പ്രശ്നമല്ല. അതുകൊണ്ട് എല്ലാവരും, ഞാൻ പറയുന്നു, കളിച്ചു നേടാം എന്ന് പറയുന്നുണ്ട്. എല്ലാ കളികളും ഉണ്ട്. നമുക്ക് സ്പോർട്സിലേക്ക് വരാം, ആർട്സിലേക്ക് വരാം. അതോടൊപ്പം തന്നെ വ്യായാമ മുറകളിൽ നടപ്പുണ്ടാവാം, യോഗയുണ്ടാവാം, കരാട്ടെ ഉണ്ടാവാം. അത് വിനോദത്തിലൂടെ അല്ലെങ്കിൽ കായികവും മാനസികമായ ഉത്തേജനം ലഭിക്കുന്ന രൂപത്തിലേക്കുള്ള മറ്റ് വ്യായാമ മുറകളാണ്. അപ്പോൾ കുട്ടികൾക്കാണ് ഏറ്റവും നല്ലത്. അവർക്ക് വിവിധ തരത്തിലുള്ള കളികൾ, അവർക്ക് ഏതാണോ ഇഷ്ടം അത് അവർ ഓപ്റ്റ് ചെയ്യട്ടെ. ആ കളികൾ അവർ കൃത്യമായി ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ വിനോദത്തിലൂടെ വിജ്ഞാനത്തിലേക്കും കടക്കാൻ കഴിയുന്ന സാഹചര്യം റെസിഡൻസ് അസോസിയേഷൻ ഉറപ്പാക്കുന്നു എന്നതാണ് ഈ പദ്ധതികളിൽ നിന്ന് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് നാളെ നമ്മുടെ കുഞ്ഞുങ്ങളെ ആ രൂപത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വിനോദത്തിലൂടെ വിജ്ഞാനം എന്ന ആശയം മുൻനിർത്തി കളിച്ചു നേടാം, ചിരിച്ചു രസിക്കാം എന്ന ആശയം മുൻനിർത്തി വിവിധ വിദ്യാഭ്യാസ പദ്ധതികളുടെ ഉദ്ഘാടനവും ഇവിടെ നടത്തി ഈ റെസിഡൻസ് അസോസിയേഷൻ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഏറ്റെടുക്കുന്നത് എന്ന കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ എനിക്ക് ഈ റെസിഡൻസ് അസോസിയേഷനിൽ ഓണററി മെമ്പർഷിപ്പ് തരാവുന്ന ബഹുമാന്യായ പ്രസിഡന്റ് പറഞ്ഞു. ഞാനത് സന്തോഷപൂർവ്വം ശിരസ വഹിക്കുകയാണ്. കമ്പനിയായ ഡെക്കാത്ലോണുമായി സഹകരിച്ചാണ് അസോസിയേഷൻ പദ്ധതി നടപ്പിലാക്കിയത്. ചെറുപ്പത്തിലെ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെടുന്ന, ഡിജിറ്റൽ ലോകത്ത് തളച്ചിടപ്പെടുന്ന പുതുതലമുറയ്ക്ക് കളികളിലൂടെയും വായനയിലൂടെയും മാനസികവും ശാരീരികവുമായ ദൃഢത ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അസോസിയേഷൻ ആരംഭിച്ച കളിച്ചു നേടാം ആരോഗ്യം, അക്ഷരവേദി എന്നീ 2 പദ്ധതികൾക്കാണ് റിപ്പബ്ലിക് ദിനത്തിൽ തുടക്കം കുറിച്ചത്. ഏറ്റുമാനൂർ നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഡോക്ടർ എസ് ബീന അക്ഷരവേദി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മാതൃഭൂമിയും ഏറ്റുമാനൂർ സെന്റ് തോമസും ഡെക്കാത്ലോണും ചേർന്നൊരുക്കിയ അക്ഷര കിറ്റുകളുടെ വിതരണോദ്ഘാടനം കമ്മിറ്റി അംഗം KP രവികുമാറിന് ആദ്യ കിറ്റ് നൽകിക്കൊണ്ട് മാതൃഭൂമി ഏറ്റുമാനൂർ ലേഖകൻ ബെന്നി ഫിലിപ്പ് നിർവഹിച്ചു. ഈ ശക്തി റെസിഡൻസ് അസോസിയേഷൻ ഒരു മുദ്രാവാക്യം ഉന്നയിക്കുന്നുണ്ട്. അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്, ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അതായത് കളിച്ചു നേടാം ആരോഗ്യം. 2ാമത്തെ പദ്ധതി അക്ഷരവേദി പദ്ധതി. നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത 76ാം റിപ്പബ്ലിക് ദിനാഘോഷമാണ് ഇന്ന് നടക്കുന്നത്. ഈ 76 വർഷം പിന്നിടുമ്പോൾ നമ്മൾ പഴയ കാലത്തെ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെയുള്ള അതിന് മുമ്പേയുള്ള കാലത്ത് നോക്കുമ്പോൾ നമ്മളുടെ ഇന്ത്യയുടെ അവസ്ഥ, നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നൊന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതായിട്ട് തോന്നുന്നു. അനാരോഗ്യം, വിദ്യാഭ്യാസമില്ലായ്മ, അതോടൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ഇതെല്ലാം നിലനിന്നിരുന്ന ആരോഗ്യമില്ലായ്മ എന്നു തുടങ്ങി അങ്ങനെയുള്ള
വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ എത്തിയിട്ടില്ല. ഇനിയും നമ്മൾ കുറേ ദൂരം പോകേണ്ടതായിട്ടുണ്ട്. ആരോഗ്യത്തിലൂടെ നമുക്ക് നേടാം, അല്ലെങ്കിൽ സമ്പത്ത് നേടാം. സമ്പത്ത് എന്ന് പറയുന്നത് പൈസ കൊണ്ട് മാത്രം വരുന്നതല്ല. ചിലർക്ക് എല്ലാം കഴിച്ചപ്പോൾ ധനം സമ്പാദിച്ചാൽ എല്ലാം ആകും എന്നുള്ളതാണ്. ഒന്നുമല്ല, ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് എന്നുള്ളത്. അതോടൊപ്പം വിവിധ കായിക മത്സരങ്ങളിൽ വിജയികളായവർക്ക് നഗരസഭാ കൌൺസിലർ രശ്മി ശ്യാം സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രസിഡന്റ് ദിനേശ് ആർ ഷേണായി അധ്യക്ഷനായി. ഡെക്കാത്ലൺ തെള്ളകം സ്റ്റോർ മാനേജർ അഖിൽ അപ്പൂസ്, കുട്ടികളുടെ ആശുപത്രി മുൻ സൂപ്രണ്ട് ഡോക്ടർ പി സവിത, അസോസിയേഷൻ രക്ഷാധികാരി MS മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് AV പ്രദീപ് കുമാർ, കമ്മിറ്റി അംഗം G വിനോദ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. தினம் தினம் நலம் தரும் RKG நெய்.